السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട വണ്ടൂർ നിവാസികളെ, ഉപഭോക്താക്കളെ, ജീവനക്കാരെ, മറ്റു പ്രിയപ്പെട്ട നാട്ടുകാരെ, 7-ാം നൂറ്റാണ്ടിന്റെ കൂരിരുട്ടിലേക്ക് മാനവിക വിമോചനത്തിന്റെ പ്രകാശവുമായി കടന്നുവന്ന അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത അധ്യാപനങ്ങളും ജീവിത പാഠങ്ങളും അയവിറക്കുന്ന ഈ സാഹചര്യത്തിൽ തിരുനബി കാലം തേടുന്ന വിമോചകൻ എന്ന പ്രമേയത്തിൽ ഭീം വാലി അക്കാദമി സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിച്ചിട്ടുള്ള വാഹന പ്രചാരണ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, പുതിയ ലോകത്തെ മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന നറുകൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് യാന്ത്രികമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തെയാണ് നമുക്ക് ചുറ്റിലും ഇന്ന് കാണാൻ സാധിക്കുന്നത്. കുടുംബത്തിൽ നിന്ന് സ്നേഹവും ആനന്ദവും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകൾ പൈശാചികതയുടെ കുത്തരങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വകാര്യ ജീവിത ഇടങ്ങളിൽ പോലും വൻ സുരക്ഷാ ഭീഷണി ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അനീതിയും അക്രമവും കൊള്ളയും കൊലയും നിത്യവാർത്തകൾ എന്ന പോലെ നിസാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകം പുരോഗതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോകുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലൂടെയാണ് നാം ഏവരും ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മാനവിക സംസ്കൃതിയുടെ ചരിത്രത്തിൽ ഒളിമങ്ങാത്ത പ്രകാശവുമായി കടന്നു വന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമൂഹിക അധ്യാപനങ്ങളും വിമോചക സന്ദേശങ്ങളും അതിന്റെ പ്രസക്തികൾ ഇന്നത്തെ കാലത്ത് ഏറി വരികയാണ്. പ്രിയമുള്ളവരെ, പ്രവാചക ദൗത്യകാലത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തെ, അവരുടെ ജീവിത മണ്ഡലങ്ങളെ കുറിച്ച് ചരിത്രം വാചാലമായി സംസാരിക്കുന്നുണ്ട്. അധോന്മുഖമായ മാനസിക വ്യവഹാരങ്ങളും വികൃഷ്ട വിശ്വാസങ്ങളും അവരുടെ ജീവിതത്തിന്റെ താളം കെടുത്തിയിരുന്നു. കല്ലും പുല്ലുമൊക്കെയായിരുന്നു അവരുടെ ആരാധനാമൂർത്തികൾ. മാലാഖമാരെയും മരിച്ച ആത്മാക്കളെയും സ്വയം ആരാധനാബിംബങ്ങളായി അവർ മുന്നിൽ കണ്ടു. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് പകരം ഇത്തരം ദൈവേതര സൃഷ്ടികളെ ആരാധനാ ബിംബങ്ങളായി അവർ പ്രതിഷ്ഠിച്ചു. ഇത്തരം സ്വയം പ്രതിഷ്ഠിച്ച ആരാധനാ ബിംബങ്ങൾക്ക് വേണ്ടി, അതിന്റെ പ്രീതിക്ക് വേണ്ടി നരബലികൾ പോലും അന്നത്തെ ജനസമൂഹം നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് അന്നത്തെ പുരോഹിതരും അന്നത്തെ ജ്യോത്സ്യ ഭാവി പ്രവചനക്കാരും അവരുടെ ചൂഷണാത്മകമായ കവാടങ്ങൾ ഇവർക്ക് മുന്നിലേക്ക് തുറന്നിട്ടു. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകദൈവ വിശ്വാസത്തിന്റെ വിമോചന സന്ദേശവുമായി ആ ജനക്കൂട്ടത്തിലേക്ക് രംഗപ്രവേശനം നടത്തുന്നത്. പ്രിയമുള്ളവരെ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അവന് മാത്രം ആരാധനകൾ അർപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ ജനങ്ങളെ ഉത്ബോധനം ചെയ്തു. കൂടാതെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ മറ്റു മനുഷ്യർക്ക് മുമ്പിലോ മറ്റു സൃഷ്ടിജാലങ്ങൾക്ക് മുമ്പിലോ അടിമഭാവത്തിൽ നിൽക്കരുതെന്ന വിമോചന സന്ദേശം അന്നത്തെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമർപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ പേരിൽ അരങ്ങുവാണിരുന്ന അന്നത്തെ ചൂഷണാത്മകമായ കവാടങ്ങളെയും ചൂഷണാത്മകമായ പ്രവർത്തികളെയും അടിവേരറുക്കപ്പെട്ടു. ഈ ഒരു വിമോചന സന്ദേശത്തെ കേട്ട് ശ്രവിച്ച ആളുകൾ കേവലം 2 ദശാബ്ദങ്ങൾക്കുള്ളിൽ അവരുടെ ബഹുദൈവ ആരാധന കടപുഴക്കിയെറിഞ്ഞു. ലോകത്തിന്റെ നെറുകയിലിരുന്ന് ലോകത്തെ ഭരിക്കാൻ പ്രാപ്തരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി. ഇത്തരം സാമൂഹിക പരിവർത്തനങ്ങളിലൂടെ വ്യക്തമായ ഒരു സാമൂഹിക അന്തരീക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ അറേബ്യൻ സമുദായത്തിൽ ഉയർത്തി കാണിച്ചു. പ്രശസ്ത ആംഗലേയ സാഹിത്യകാരനും രാഷ്ട്രമീംസകനുമായ സർ ബർണാഡ് ഷായുടെ വാക്കുകൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. I believe that if a man like you were assumed to dictatorship of modern world, he would succeed in solving problems and he would bring it much needed peace and happiness. ആധുനിക ലോകത്തിന്റെ ഭരണകർതൃത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയുള്ള ഒരാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, വിമോചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിമോചന സന്ദേശങ്ങൾ കാലം ഇന്നും കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യർ ഇന്നും ആ പുരാതന മരുഭൂനിവാസികളുടെ സാംസ്കാരിക നിലവാരത്തിൽ തന്നെയാണുള്ളത്. പ്രിയമുള്ളവരെ, ആധുനിക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അഭ്യസ്തവിദ്യരും ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക പരിഷ്കർത്താക്കളൊക്കെ ആണെങ്കിൽ കൂടെ ഉടുതുണിയില്ലാത്ത മനുഷ്യർക്ക് മുമ്പിൽ ലജ്ജയില്ലാതെ നാണമില്ലാതെ കൈകൂപ്പി നിൽക്കുന്ന അവസ്ഥയാണ് ഇന്നത്തെ സമൂഹത്തിലുള്ള പ്രമുഖന്മാരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, കല്ലും പുല്ലും എലിയും പശുവും ഒക്കെയാണ് നമ്മിൽ നിന്നുള്ള പലരുടെയും ഇന്നത്തെ ആരാധനാമൂർത്തികൾ.
പശുവിൻ മാംസം വിൽക്കുന്നവരെയും അതിനെ ആഹരിക്കുന്നവരെയും കൊന്നു തള്ളുന്നത് ഇത്തരം ദൈവേതര സൃഷ്ടികൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. പശുവിൻ മൂത്രം കുടിച്ച് ദിവ്യാനുഭൂതി നുകരാനും ചാണകത്തെ വിശുദ്ധമായി വാഴ്ത്താനും വരെ ഇന്നത്തെ പരിഷ്കൃത ലോകത്തെ മനുഷ്യൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ മനുഷ്യൻ അധപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായും സ്പഷ്ടമായും കാരണം ഇത്തരം ദൈവേതര സൃഷ്ടികൾക്ക് മുമ്പിൽ ദിവ്യപരിവേഷം ചാർത്തിയത് കൊണ്ട് തന്നെയാണ്. മനുഷ്യൻ മൃഗവിസർജ്യത്തിനു വരെ അടിമയായി തീരാൻ മാത്രം വിശ്വാസന്ധത ഇന്നത്തെ സമകാലിക സമൂഹത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഏകദൈവ വിശ്വാസം മാത്രമാണ് ഇത്തരം അധമ വിശ്വാസങ്ങൾക്കുള്ള ഏക പരിഹാരം. പ്രിയമുള്ളവരെ, സ്ത്രീ സുരക്ഷ, സ്ത്രീ സ്വാതന്ത്ര്യം തുടങ്ങിയ പദാവലികൾ നമ്മുടെ കേരളീയ അന്തരീക്ഷത്തിൽ പ്രതിദിനം ചെയ്യുന്ന കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മതേതര സാംസ്കാരിക ഭൂമികളും അത്തരം ജീവിത മേഖലകളിലും സ്ത്രീകൾ സ്വാതന്ത്ര്യമോ സുരക്ഷയോ അനുഭവിക്കാതെ പീഡനത്തിനും അക്രമത്തിനും അനീതിക്കും ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇത്തരം റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിനിമാ മേഖലകളിൽ മാത്രമല്ല, ആണും പെണ്ണും ഒരുമിച്ച് കൂടുന്ന സകല വേദികളിലെയും അവസ്ഥ ഇതുതന്നെയാണ്. കേരള പോലീസിന്റെ കഴിഞ്ഞ വർഷത്തെ ഒരു സർവേ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യം ഏകദേശം 18,980 വരും. വുമൻ ആൻഡ് മെൻ ഇൻ ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഓരോ ദിവസവും പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ കണക്കുകൾ 1220 അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം എന്ന് വിളിച്ചോതുന്ന മതേതരത്വ രാജ്യമെന്ന് വിളിച്ചോതുന്ന ഈ ഇന്ത്യ രാജ്യത്ത് ഓരോ മണിക്കൂറിലും 87 വരുന്ന സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രജിസ്റ്റർ ചെയ്യപ്പെടാത്ത കേസുകൾ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും 10 മടങ്ങ് കാണും. വർഷം കൂടുന്തോറും സ്ത്രീകൾ കൂടുതൽ പീഡനത്തിന് അർഹരായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നാഷണൽ ക്രൈം ബ്യൂറോ അവരുടെ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രിയമുള്ളവരെ, പീഡിതരും ആക്രമിക്കപ്പെട്ടവരും മർദ്ദിതരുമായ സ്ത്രീ സമൂഹത്തിന് സുരക്ഷയും സ്വാതന്ത്ര്യം നൽകി ഉദാത്തമായ സ്ത്രീ വിമോചന പാത കാണിച്ചുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഇന്ന് ലോകം സ്ത്രീ വിമോചനത്തിന്റെ, സ്ത്രീ പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ആ പ്രയോഗവൽക്കരിച്ചു കാണിച്ചുകൊടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിനു മുമ്പിൽ പ്രയോഗവൽക്കരിച്ചു കാണിച്ചുകൊടുന്ന ആ പാതയെ ഈ സമകാലിക സമൂഹത്തിൽ ഏറെ പ്രസക്തി കാണിക്കുന്നുണ്ട്. ലോകം എന്നാണോ ആ പ്രവാചകന്റെ മാതൃകയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു വന്ന ആ സ്ത്രീ വിമോചക പാതയിലേക്ക് തിരിച്ചു വരുന്നത്, അന്ന് മാത്രമാണ് സ്ത്രീ സുരക്ഷയും സ്വാതന്ത്ര്യവും സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ. പ്രശസ്ത ഇന്ത്യൻ ദർശനികൻ പ്രൊഫസർ KS രാമകൃഷ്ണ റാവു തന്റെ പ്രശസ്ത പുസ്തകമായ മുഹമ്മദ് ദ പ്രോഫറ്റ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നത് ദ പെർഫെക്റ്റ് മോഡൽ ഫോർ ഹ്യൂമൻ ലൈഫ്, മാനുഷിക ജീവിതത്തിന്റെ ഉദാത്തമായ മാതൃക എന്നാണ്. മറ്റൊരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് മുഹമ്മദ് ദ ഇമാൻസിപ്പേറ്റർ ഓഫ് വുമൻ, സ്ത്രീ വിമോചകനായ മുഹമ്മദ്. അതെ, ആധുനിക ലോകത്ത് നാൾക്ക് നാൾ വരുന്ന പീഡന പർവ്വങ്ങൾ താണ്ടിക്കൊണ്ട് നരകീയ ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ സമൂഹത്തിന് ഉത്തമ മാതൃകയാക്കി സ്ത്രീ വിമോചക പാത കാണിച്ചു വന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഇന്ന് കാലം തേടുന്ന വിമോചകൻ. ജനിക്കാൻ അവകാശമില്ലാത്ത അറേബ്യയിലെ പെൺകുട്ടികൾക്ക് ജനിക്കാനും മാന്യമായി ജീവിക്കാനുമുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീ വിമോചനത്തിന്റെ കാഹളധ്വനികൾ മുഴക്കിയത്. അദ്ദേഹം സഗൗരവം പ്രഖ്യാപിച്ചു, വലാ തഖ്തുലു ഔലാദുകും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അറുകൊല ചെയ്യരുതെന്ന്. എന്നാൽ സ്ത്രീ വിമോചനത്തിന്റെ മഹത്തമായ ഈ ആശയം, മഹത്തമായ ഈ വിമോചന പാത പിന്തുടരാൻ, അതിനെ മാതൃകയാക്കാൻ ഇന്ന് പരിഷ്കൃത ലോകം ശങ്കിച്ചു നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യ രാജ്യത്തെ കണക്കുകളെടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ പ്രതിവർഷം 5 ലക്ഷത്തോളം വരുന്ന പെൺകുട്ടികളാണ് അവരുടെ മാതാപിതാക്കളുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനിക്കുകയോ ജീവിക്കേണ്ടതോ ഇല്ല എന്ന് തന്നെയാണ് ആധുനിക ലോകത്തെ മനുഷ്യർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഹീനകൃത്യത്തിന് അന്ത്യം കുറിക്കാൻ സർക്കാർ കൃത്യമായും സ്പഷ്ടമായും ചില ശിക്ഷാ നടപടികളും നിയമമുറങ്ങളും ഈ സമൂഹത്തിന് മുമ്പിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും വർഷാവർഷം സ്ത്രീകൾ ഈ പീഡനത്തിനും അക്രമത്തിനും ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ സമകാലിക സമൂഹത്തിലെ അന്തരീക്ഷം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യം. ഇവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന, പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്ന, സമർപ്പിച്ചു തന്ന സ്ത്രീ വിമോചനത്തിന്റെ ആശയങ്ങളുടെ കാഹളധ്വനികൾ പ്രസക്തമാകുന്നത്. സ്ത്രീ വിമോചനം പോലെ തന്നെ നമ്മുടെ സമകാലിക ലോകത്ത്
ചർച്ച ചെയ്യപ്പെട്ടിരുന്നതും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ലഹരി എന്നുള്ളത്. കുഗ്രാമങ്ങളെയും മെട്രോപൊളിറ്റൻ സിറ്റികളെയും ഒരുപോലെ വരിഞ്ഞുമിറക്കിയ ഒരു നീരാളിയാണ് ലഹരി. വെറും 12ഉം 13ഉം വയസ്സും മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികൾ തുടങ്ങി കൗമാരപ്രായക്കാരിലും നടുവൊടിഞ്ഞ വൃദ്ധർ വരെ ഈ മാദക ലഹരിയുടെ മയക്കത്തിലാണ്. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ലഹരിയുടെ ലോകത്ത് അഭിരമിക്കുന്നവരിൽ കേരളത്തിൽ ഭീമമായി പെരുകുന്നുവെന്നാണ് സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റുകളുടെ കണക്കുകൾ വിളിച്ചു പറയുന്നത്. കേരള പോലീസിന്റെ കഴിഞ്ഞ വർഷത്തെ സർവേ എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരിൽ ഏകദേശം 40% വരുന്ന ആളുകളും 18 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികളാണ്. അതിൽ തന്നെ നല്ലൊരു ശതമാനം വരുന്ന ആളുകൾ പെൺകുട്ടികളാണെന്ന വസ്തുത ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്. 2023 ഏപ്രിൽ 11 ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ദിനപത്രത്തിൽ ഒരു തലക്കെട്ട് വരികയുണ്ടായി, ഷാർപ്പ് പ്രൈസിംഗ് സിന്തറ്റിക് ഡ്രഗ് അബ്യൂസ് ഇൻ കേരള. അതായത് കേരളത്തിൽ മാരക ലഹരിയുടെ വർധനവ് വൻതോതിൽ കുതിച്ചിരുന്നെന്ന്. MDMA, മെത്തോഫിഡോമിൻ, LSD, കൊക്കൈൻ, കഞ്ചാവ് തുടങ്ങിയ മാരക ലഹരിയുടെ ഉപയോഗവും ഉപഭോഗവും വിൽപ്പനയും വൻതോതിൽ മുമ്പുള്ള വർഷത്തേക്കാൾ 10 മടങ്ങ് വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ നമ്മോട് മനസ്സിലാക്കി തരുന്നത്. UP സ്കൂളുകൾ തുടങ്ങി പ്രൊഫഷണൽ ക്യാമ്പസുകൾ വരെ ഇത്തരം മാരക ലഹരിയുടെ വലയങ്ങളിലാണ്. ഈ ലഹരിയുടെ വ്യാപക ഉപയോഗത്തെക്കുറിച്ച് വ്യക്തമായും സ്പഷ്ടമായും അറിയുന്നവരാണ് ഇന്നാട്ടിലെ നാട്ടുകാരും സർക്കാരും നിയമപാലകരും. എന്നാൽ വ്യക്തമായ ഒരു നിയന്ത്രണമോ വ്യക്തമായ ഒരു തടഞ്ഞിടലിനോ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശക്തമായ നിയമങ്ങളും ശിക്ഷാ നടപടികളും ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായി തടയാൻ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് പൂർണ്ണമുക്തി നേടാൻ കഴിയാതെ അന്താളിച്ചു നിൽക്കുകയാണ് ഇന്നാട്ടിലെ നാട്ടുകാരും നിയമപാലകരും സർക്കാരും. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിമോചന സന്ദേശവുമായി സത്യസന്ദേശവുമായി കടന്നു വന്ന ജനതയെ സംബന്ധിച്ചിടത്തോളം ലഹരിയുടെ ചഷകങ്ങളിൽ ജീവിക്കുന്നവരായിരുന്നു. ലഹരിയില്ലാത്ത ജീവിതം മരണത്തിന് തുല്യമായി കണ്ടവർ. കേവല നിയമങ്ങളിലൂടെയോ ശിക്ഷാ നടപടികളിലൂടെയോ മാത്രം നിയന്ത്രിക്കാവുന്നതല്ല ഈ ലഹരിയുടെ ഉപയോഗവും ഉപഭോഗവും വിൽപ്പനയും. ദൈവപരലോക വിശ്വാസം രൂഢമൂലമാക്കുന്നതോടൊപ്പം ശിക്ഷയും സമന്വയിപ്പിച്ച് നൽകിയാൽ മാത്രമേ ഇത്തരം ലഹരിയുടെ ക്രൂര അസ്തങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമുക്തി നേടാൻ കഴിയൂ എന്ന ശാസ്ത്രീയ മാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചത്. അത് പ്രയോഗവൽക്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന നയങ്ങളും മാതൃകകളും പിൻപറ്റാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ മാത്രമാണ് ആ ലഹരിയുടെ ക്രൂരാസ്തങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമുക്തി നേടാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, സമകാലിക സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് ദാരിദ്ര്യവും സാമ്പത്തിക ചൂഷണവും. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 220 ദശലക്ഷത്തോളം ആളുകളുടെ ദിനം പ്രതിയുള്ള വരുമാന സംഖ്യ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 32 രൂപയേക്കാൾ താഴെയാണ്. അതായത് പുരോഗതിയിലേക്ക് കുതിക്കുന്നു, വികസനത്തിന്റെ നാളുവഴികൾ കുറിക്കുന്നു എന്ന് നമ്മുടെ രാജ്യം ഗീർവാണം മുഴക്കുമ്പോഴും 63% വരുന്ന ആളുകൾ ദാരിദ്ര്യത്തിന്റെ പടുകയിലേക്ക് ആഴ്ന്നിറങ്ങുകയാണെന്നാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിങ്ങിന്റെ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദാരിദ്ര്യത്തോടൊപ്പം സാമ്പത്തിക ചൂഷണവും വന്നു ചേരുമ്പോൾ ജനങ്ങൾ കൂടുതൽ നരകതുല്യമായ ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു അവസ്ഥ ഇന്ത്യയുടെ മാത്രം സാഹചര്യമല്ല. ചൂഷണം, പലിശ, അഴിമതി തുടങ്ങിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ലോകം മുഴുക്കെ കീഴടക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. പണക്കാരൻ കൂടുതൽ പണക്കാരനാവുകയും ദരിദ്രൻ കൂടുതൽ ദരിദ്രനാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്, ഒരു കാഴ്ചയാണ് ഇന്ന് ആഗോള വ്യാപകമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക അസമത്വങ്ങൾക്ക് അറുതി വരുത്താൻ അതിനെ തടയിട്ടുകൊണ്ട് ഒരു സാമ്പത്തിക സന്തുലിതാവസ്ഥ കൊണ്ടുവരാനാണ് ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും പോലുള്ള ആശയങ്ങൾ ഒരു നൂറ്റാണ്ടോളമായി ഇന്ന് ഈ ലോകത്ത് പ്രവർത്തിക്കുകയും പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത്. എന്നാൽ ലോകം മുഴുക്കെ സാക്ഷിയായിക്കൊണ്ട് തന്നെ പറയാം, അവരുടെ പ്രവർത്തനങ്ങളിലൂടെയും അവരുടെ പരിശ്രമങ്ങളിലൂടെയും കൃത്യമായ പരിഹാരം വരുത്താനോ സാമൂഹിക സന്തുലിതാവസ്ഥ കൊണ്ടുവരാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൽ ഈ ലോകം മുഴുക്കെ സാക്ഷിയാണ്. ഇനി പുതിയ വലിയ ധനത്വശാസ്ത്രമോ സാമൂഹിക സന്തുലിതാവസ്ഥ കെട്ടിപ്പടുക്കാനുള്ള പുതിയ സംവിധാനങ്ങളോ ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് ഇന്നത്തെ സമകാലിക സമൂഹം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ലോകത്ത് ജനങ്ങൾ ധന്യതയോടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമ്പത്തിക നയങ്ങളും സാമ്പത്തിക കൽപ്പനകളും അക്ഷരം പ്രതി അനുസരിച്ച ഒരു ജനസമുദായമായിരുന്നു അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്.
സക്കാത്ത് വാങ്ങാൻ പോലും പാവപ്പെട്ടവരില്ലാത്ത വിധം ജനം അന്ന് സമ്പന്നമായിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സന്തുലിതാവസ്ഥ ആ ഒരു സമുദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. ചൂഷണവും അഴിമതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. പലിശ എന്ന ദുർബോധത്തെ തകർത്തു നിഷ്കാസമാക്കി. വലത് കൈ നൽകുന്നത് ഇടത് കൈ പോലും അറിയാത്ത തരത്തിലുള്ള സഹോദരത്തിന്റെയും സഹകരണത്തിന്റെയും സാമ്പത്തിക സാമൂഹിക അന്തരീക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആദമ സമൂഹത്തിനിടയിൽ കെട്ടിപ്പടുത്തെടുത്തു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചൂഷണമുക്ത സമുദായമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ആ സമൂഹത്തിനിടയിൽ ഇംപ്ലിമെന്റ് ചെയ്ത ആ ഒരു സാമ്പത്തിക നയങ്ങൾ ഇന്നും നമ്മുടെ ലോകത്ത് പല ദിക്കുകളിലും ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു നയങ്ങളെ, ആ സാമ്പത്തിക വ്യവസ്ഥകളെ ലോകം ഇച്ഛാശക്തിയോട് കണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ മാത്രമേ ഒരു സാമ്പത്തിക സന്തുലിതാവസ്ഥ ഇന്ന് നമ്മുടെ സമകാലിക സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പ്രവാചകന്റെ അധ്യാപനങ്ങൾ തീർത്തും ഇത്തരം സാമൂഹിക സന്തുലിതാവസ്ഥ കൊണ്ടുവരാനുള്ള കൽപ്പനകളും നയങ്ങളുമായിരുന്നു. ദാരിദ്ര്യർ, അനാഥർ, അഗതികൾ, വിധവകൾ, കടബാധിതർ തുടങ്ങിയ അസ്ഥാനി നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ സാമ്പത്തിക സന്തുലിതാവസ്ഥയും സാമ്പത്തിക ഉന്നമനത്തിനുള്ള കൽപ്പനകളും നയങ്ങളുമായിരുന്നു അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത്. പലിശ, ദൂർത്ത്, അഴിമതി തുടങ്ങിയ പൈശാചിക വൃത്തികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശിതമായി നിരാകരിച്ചു. സക്കാത്ത്, സ്വതക്ക തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഒരു സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു സമൂഹത്തിൽ കൊണ്ടുവന്നു. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഫാതിദുൽ ഖുർബാ ഹഖ്ഖഹു വൽ മിസ്കീൻ വബിനിസ് സബീൽ ദാലിക ഖൈറുൽ ലില്ലദീന യുരീദൂന വജ്ഹല്ലാഹ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമാ ആതൈതും മിന റിബ ലിയർബൂന ഫീ അംവാലിൻ നാസ് വലാ യർബു ഇൻദല്ലാഹ് വമാ ആതൈതും മിൻ സകാത്ത് തുരീദൂന വജ്ഹല്ലാഹ് ഉലൈക ഹുമുൽ മുളീഫൂൻ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നു, ആകയാൽ കുടുംബബന്ധമുള്ളവന് നീ അവന്റെ അവകാശം കൊടുക്കുക, അഗതിക്കും തെരുവിന്റെ മക്കൾക്കും അവരുടെ അവകാശം കൊടുക്കുക. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കുന്നവർക്ക് അത് തന്നെയാണ് ഉത്തമം, അവർ തന്നെയാണ് അന്തിമ വിജയികളും. ജനങ്ങളുടെ സ്വത്തുകളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ വളരുകയില്ല. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും സക്കാത്ത് നൽകുന്ന പക്ഷം അവരാണത്രേ അധികമായി ഇരട്ടിയായി സമ്പാദിക്കുന്നവർ. പ്രിയമുള്ളവരെ, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സമകാലിക സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇത്രയും ഇവിടെ വിസ്തരമായി വിശദീകരിച്ചതിന്റെ ഉദ്ദേശം എന്നുള്ളത്, നാം ഇന്ന് ജീവിക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന മക്കൾ ലഹരിയുടെ ആന്തരികമായ അടിമത്തത്തിലേക്ക് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ മക്കളും നമ്മുടെ പെൺമക്കൾ എല്ലാ ഭാഗത്തും സ്വാതന്ത്ര്യമാണെന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾ അവർ പോകുന്ന സ്കൂളുകളിലാകട്ടെ, വിദ്യാഭ്യാസ മേഖലകളാകട്ടെ, മറ്റു മേഖലകളിൽ അവർ സുരക്ഷിതരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇത്തരം റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് മാനസികമായും ലൈംഗികമായ അതിക്രമങ്ങൾ അവർ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അയൽപ്പക്കത്തുള്ള ആളുകൾ സാമ്പത്തിക സുസ്ഥിരതയാൽ വികസിക്കപ്പെട്ട ഒരു ജനസമൂഹമാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. സാമ്പത്തികമായി വളരെ തകർന്നടിഞ്ഞ ഒരു സാഹചര്യത്തിലേക്കാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമുദായം അധപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആധുനിക ലോകത്ത് മാനവിക വിമോചനം സാധ്യമാക്കാനുള്ള വിമോചനം സാധ്യമാക്കാനുള്ള ഇത്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുത്ത ഇത്തരം കൽപ്പനകളും നിയമങ്ങളും ശിക്ഷാ നടപടികളുമാണ്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്ലാമിക മതത്തിന്റെ ദൈവിക ദർശനത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അത്തരം ദൈവിക ദർശനങ്ങളും അത്തരം വിമോചന സന്ദേശങ്ങളും മാത്രമാണ് ഇന്ന് ആധുനിക ലോകത്ത് നടമാടിയിരിക്കുന്ന സമൂഹ ഉച്ചനീചത്വങ്ങൾക്കും അടിമത്തങ്ങൾക്കും അക്രമങ്ങൾക്കും അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇത്തരം പ്രായോഗിക നടപടികളെ ഇച്ഛാശക്തിയോടെ ലോകം എന്ന് സ്വീകരിക്കുമോ അന്ന് മാത്രമാണ് ഇത്തരം അധമ വിശ്വാസത്തിനും ഇത്തരം അതിക്രമങ്ങളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് സമർപ്പിച്ചു കൊടുത്ത ആ വിമോചന സന്ദേശത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ കൂടുതൽ പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും സന്മനസ്സുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.